ഡെലിഷ്യസ് റെസിപ്പീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. നല്ല കുറുകിയ ചാറോട് കൂടിയിട്ടുള്ള ഒരു മീൻ കറിയാണ് ഇന്ന് തയ്യാറാക്കുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് കുറച്ച് ചേരുവകളൊന്ന് വഴറ്റിയെടുക്കാനുണ്ട്. ഒരു വലിയ സവാളയുടെ പകുതിയും ഒരു മീഡിയം സൈസിലുള്ള തക്കാളിയും കറിവേപ്പിലയും 1 ടീസ്പൂൺ വീതം ഇഞ്ചിയും വെളുത്തുള്ളിയുമാണ് എടുത്തു വെച്ചിരിക്കുന്നത്. അപ്പോൾ ഒരു പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയാണ് ഞാനിപ്പോൾ ഒഴിച്ചത്. ഈ വെളിച്ചെണ്ണ നന്നായിട്ടൊന്ന് ചൂടായി കഴിയുമ്പോൾ ഇതിലേക്ക് നമുക്ക് ഒരു തണ്ട് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഇനി അടുത്തതായിട്ട് ഇതിലേക്ക് ചേർക്കുന്നത് സവാളയാണ്. ഒരു വലിയ സവാളയുടെ പകുതിയാണ് ചേർത്തത്. ഇതിന് നന്നായിട്ട് ഒന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ ഇതൊന്ന് പെട്ടെന്ന് വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് ഞാൻ കുറച്ച് ഉപ്പ് കൂടി ഒന്ന് ചേർക്കുന്നുണ്ട്. അപ്പോൾ ഉപ്പ് കൂടി ചേർത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് ഇളക്കി കൊടുക്കാം. സവാള ഒന്ന് ചെറുതായിട്ട് വഴന്ന് കഴിയുമ്പോഴേക്കും ഇതിലേക്ക് നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കണം. 1 ടീസ്പൂൺ വീതമാണ് ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർക്കുന്നത്. പിന്നീട് കറി തയ്യാറാക്കുമ്പോഴും ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർക്കുന്നുണ്ട്. അപ്പോൾ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയൊക്കെ ആ ഒരു പച്ചമണം ഒന്ന് മാറിക്കഴിയുമ്പോൾ നമുക്കിതിലേക്ക് മീഡിയം വലുപ്പത്തിലുള്ള ഒരു തക്കാളി കൂടെ ചേർത്ത് കൊടുക്കണം. അപ്പോൾ തക്കാളി ചേർത്തിട്ട് നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. അതിനുശേഷം ഇതൊന്ന് അടച്ച് വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കണം. തക്കാളി നന്നായിട്ടൊന്ന് വെന്തുടഞ്ഞ് വരണം. അപ്പോൾ ഞാനിവിടെ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ അടച്ച് വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കുകയാണ്. നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. ഇപ്പോൾ തക്കാളിയൊക്കെ നല്ലതുപോലെ വെന്തുടഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇത് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം. തണുത്ത ശേഷം മിക്സിയുടെ ഏറ്റവും ചെറിയ ജാറിൽ വളരെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് നന്നായിട്ട് അരച്ചെടുക്കണം. ഇനി നമുക്ക് ഈ കറി എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഒരു മൺചട്ടിയിൽ കുറച്ച് വെളിച്ചെണ്ണയാണ് ഒഴിച്ചത്. എണ്ണ ചൂടായി വരുമ്പോൾ 1/2 ടീസ്പൂൺ കടുക് ചേർക്കാം. കടുക് ഇപ്പോൾ നന്നായിട്ടൊന്ന് പൊട്ടി വരുന്നുണ്ട്. ഇനി ഇതിലേക്ക് 2 നുള്ള് ഉലുവയാണ് ഞാനിപ്പോൾ ചേർത്തത്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പിലയും പച്ചമുളകും ചെറിയ ഉള്ളിയൊക്കെ ചേർക്കാനുണ്ട്. അപ്പോൾ ഞാനിവിടെ കുറച്ച് കറിവേപ്പില ചേർത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു 8 ചെറിയ ഉള്ളിയും കൂടി ചേർത്ത് കൊടുക്കാം. ഈ ചെറിയ ഉള്ളി ഒന്ന് ചെറുതായിട്ടൊന്ന് വഴന്ന് കഴിയുമ്പോഴാണ് ഇതിലേക്ക് ബാക്കിയുള്ള ചേരുവകളൊക്കെ ചേർക്കുന്നത്. ഇതിലേക്ക് നമുക്ക് ഒരു 3 പച്ചമുളക് കീറിയതും 1/2 ടേബിൾ സ്പൂൺ വീതം ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ചേർത്ത് കൊടുക്കാം. ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയൊക്കെ ആ ഒരു പച്ചമണം മാറുന്നത് വരെ നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും 2.5 ടേബിൾ സ്പൂൺ മുളക് പൊടിയുമാണ് ഞാനിപ്പോൾ ചേർത്തത്. ഇനി ഇത് ഏറ്റവും ചെറിയ തീയിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. സാധാരണ മുളകും കാശ്മീരി മുളകും ചേർത്ത് പൊടിച്ചെടുത്തതാണ് 2.5 ടേബിൾ സ്പൂൺ ചേർത്തത്. അപ്പോൾ ഇത് ചെറിയ തീയിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. ഞാനിതിലേക്ക് ഒരല്പം വെള്ളം കൂടി ചേർക്കുന്നുണ്ട്. വളരെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ ഒരു 4 ടേബിൾ സ്പൂണോളം വെള്ളം ഞാനിപ്പോൾ ചേർക്കുന്നുണ്ട്. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിൻ്റെ എണ്ണയൊക്കെ നന്നായിട്ടൊന്ന് തെളിഞ്ഞ് വരുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യണം. അതിനുശേഷമാണ് ഇതിലേക്ക് പുളിയും ഉപ്പും ഒക്കെ ചേർത്ത് കൊടുക്കുന്നത്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു മീൻ കറിയുടെ റെസിപ്പിയാണിത്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ദേ ഇപ്പോൾ നന്നായിട്ട് എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ആദ്യം നമ്മൾ വഴറ്റിയെടുത്ത ആ ചേരുവകളെല്ലാം കൂടി ഒന്ന് അരച്ചെടുത്തതാണ് ഇപ്പോൾ ചേർക്കുന്നത്. എന്നിട്ടിത് ആ മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് അതുകൂടി ഞാൻ ചേർക്കുന്നുണ്ട്. ഇത് അരച്ചെടുത്ത സമയത്ത് 4 ടേബിൾ സ്പൂൺ മാത്രമാണ് വെള്ളം ചേർത്തിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ ആ മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് വെള്ളം കൂടി ചേർത്തിട്ട് അതുകൂടി ഈ മൺചട്ടിയിലേക്ക് ഞാൻ ഒഴിച്ചിട്ടുണ്ട്. ഇത് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഒരു 1-2 മിനിറ്റ് കഴിഞ്ഞ ശേഷമാണ് ഇതിലേക്ക് ഞാൻ പുളിയും ഉപ്പും ഒക്കെ ചേർത്ത് കൊടുക്കുന്നത്. ഇപ്പോൾ ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വരുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുടംപുളിയാണ് ചേർക്കാനുള്ളത്. അപ്പോൾ 2 കഷ്ണം കുടംപുളി ഞാൻ നേരത്തെ തന്നെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു.
ഇനി ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. അതുപോലെ ചാറിന് ആവശ്യമായിട്ടുള്ള വെള്ളം കൂടി ഒഴിക്കുന്നുണ്ട്. നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി അരപ്പ് നന്നായിട്ട് ഒന്ന് തിളച്ച് വരണം. ഇത് നന്നായിട്ട് തിളച്ച് വന്ന ശേഷമാണ് നമ്മളിതിലേക്ക് മീനൊക്കെ ചേർക്കുന്നത്. ഇപ്പോൾ ഇത് നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട്. ഇനി നമുക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന മീൻ ചേർത്ത് കൊടുക്കാം. 1/2 കിലോ ചൂരയാണ് ഞാനിപ്പോൾ ചേർക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള നെയ്മീനോ ആവോലിയോ ഒക്കെ വെച്ചിട്ട് ഇതുപോലെ നമുക്ക് കറി തയ്യാറാക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഇവിടെ 1/2 കിലോ ചൂരയാണ് എടുത്തത്. എല്ലാ മീൻ കഷ്ണങ്ങളും ഒന്ന് ഇട്ട ശേഷം നല്ലതുപോലെ ഒന്ന് ആ കറിയിലേക്കൊന്ന് ആക്കി വെക്കുകയാണ്. ഇനി നമുക്കിതൊന്ന് അടച്ചു വെച്ചിട്ട് ഫ്ലെയിം കൂട്ടി വെച്ച് ഒരു 5 മിനിറ്റ് ആദ്യം വേവിക്കാം. ഇപ്പോൾ ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. കറി നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട്. ഇനി ഇത് മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റാം. ഞാൻ ഈ ചട്ടി ഒന്ന് ചുറ്റിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് വീണ്ടും ഇത് അടച്ചു വെച്ചിട്ട് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കുകയാണ്. ഇടയ്ക്കൊന്ന് തുറന്ന് ഞാൻ ചട്ടി ചുറ്റിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ മീനൊക്കെ പാകത്തിന് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂണിനടുത്ത് ഉലുവ പൊടിച്ചതാണ് ചേർത്തത്. ചട്ടി നന്നായിട്ടൊന്ന് ചുറ്റിച്ചു കൊടുക്കാം. അവസാനമായിട്ട് ഒരു തണ്ട് കറിവേപ്പിലയും കൂടി ചേർക്കുന്നുണ്ട്. അങ്ങനെ നല്ല രുചികരമായിട്ടുള്ള നമ്മുടെ മീൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇതൊന്ന് അടച്ചു വയ്ക്കാം. ഈ മീൻ കറിയൊക്കെ തയ്യാറാക്കിയിട്ട് ഒരു 1-2 മണിക്കൂറിന് ശേഷം നമ്മളിത് എടുത്ത് ഉപയോഗിക്കുമ്പോഴാണ് ശരിക്കുള്ള ടേസ്റ്റൊക്കെ കിട്ടുന്നത്. 1/2 മണിക്കൂറിന് ശേഷമാണ് ഞാനിപ്പോൾ ഇത് തുറന്നിട്ടുള്ളത്. എണ്ണയൊക്കെ നന്നായിട്ട് തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ചാറൊക്കെ നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഈ ഒരു റെസിപ്പി ഇഷ്ടമായെന്ന് കരുതുന്നു. നമ്മുടെ ചാനലിലെ റെസിപ്പികളൊക്കെ ഇഷ്ടമാകുന്നുവെങ്കിൽ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. അപ്പോൾ മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് വീണ്ടും വരാം. താങ്ക്